ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സയൻസ് കിറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് വീഡിയോയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്കപ്പോൾ തുടങ്ങാം. എൻ്റെ കയ്യിലിപ്പോൾ അത്ര സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ വീഡിയോ ഇച്ചിരി അത്ര ലെങ്ത്തൊന്നും ഉണ്ടാവില്ല. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാഗ് കാണിക്കാം. ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. നല്ല രസമാണ്. ഒരു 4 കള്ളിയുണ്ട് ഗൈസ് ഇതിൽ. അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബാഗാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതാണ്, എൻ്റെ ബുക്കൊക്കെ കയറും. പിന്നെ നമുക്കുള്ളത് ഇതെൻ്റെ ലഞ്ച് ബാഗാണ് ഗൈസ്. ഇതെൻ്റെ ഒരു പെൻഗ്വിൻ ഒക്കെ ഉള്ളതാണ്. ഇതിൽ എൻ്റെ അകത്ത് ഇത്രയും സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു സീക്രട്ട് പോലെ ഒരു കളിയുണ്ട്. ഇവിടെ ഞാൻ ഒന്നും വെക്കാറില്ല ഗൈസ്. ഇത് പഴയതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ലഞ്ച് ബോക്സ് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഇതെൻ്റെ പഴയ ലഞ്ച് ബോക്സാണ്, കഴിഞ്ഞ കൊല്ലത്തെ. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. നമ്മൾ തുറന്നാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് കറികളോ എന്തെങ്കിലും വെക്കാനുള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇവിടെ കറികൾ വെക്കാറില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചോറ് വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ആയിരുന്നു. പിന്നെ ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്കൊക്കെ തൈര് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ തൈര് വെക്കണ പാത്രമാണ് ഇത്. ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ തൈര് വെക്കണ നോർമൽ കുഞ്ഞി പാത്രങ്ങൾ ആണ്. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ കാണിക്കാം. ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് നല്ല ക്ലിയർ, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ വാട്ടർ ബോട്ടിൽ നല്ല സ്മോളായിരുന്നു. അപ്പോൾ ഇതിൽ സ്പോർട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ തുറന്ന് നമുക്ക് കുടിക്കാൻ പറ്റും. അത്യാവശ്യം വലുതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നമ്മുടെ പെൻസിൽ ബോക്സ് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇക്കൊല്ലം മേടിച്ച ബോക്സ് ഗൈസ്. ഇത് യൂണിക്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് നോക്കി മേടിച്ചതാണ് ഗൈസ്. അപ്പോൾ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാം, ഇവിടെ എന്തെങ്കിലും വെക്കാം. അപ്പോൾ അതാണ്. പിന്നെ ഇക്കൊല്ലം മുതൽ എനിക്ക് പേനയാണ്, കഴിഞ്ഞ കൊല്ലം മുതൽ എനിക്ക് പേനയായിരുന്നു. അപ്പോൾ എൻ്റെ പേനകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു നോർമൽ പിങ്ക് പേനയാണ്, പക്ഷേ ഇങ്ക് നീല കേട്ടോ ഗൈസ്. പിന്നെ അതിൻ്റെ മേളിലൊരു ക്യൂട്ട് ഫാൽക്കൺ ഉണ്ട്. പിന്നെ ഈ പേന നല്ല വ്യത്യസ്തമാണ് ഗൈസ്. ഇതൊരു കീ പോലെ ഇരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പേനയുണ്ട്. ഇതെൻ്റെ ഒരു പഴയ പേനയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എടുത്ത് വച്ചേക്കാറുണ്ട് ഇത്രയും നാൾ ഗൈസ്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് തുറന്ന് നോക്കാം. ഇത് നല്ല ക്യൂട്ടാണ് ഗൈസ്. ഇത് എന്തോ ഇവിടെ കൊറിയനോ ചൈനീസ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പിന്നെ ലവ് മീ എന്നും എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടാണ് ഈ പേന ഗൈസ്. അപ്പോൾ ഇക്കൊല്ലം പേന ആയതുകൊണ്ട് എനിക്കത്ര പെൻസിൽ ആവശ്യം വരാറില്ല. എന്നാലും നമുക്കൊരു പെൻസിൽ ഞാൻ എടുത്തു വെച്ചുകൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വരാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇത് ഡോംസിൻ്റെ എറേസ്നറാണ്. അപ്പോൾ ഇത് ഒരു ഷാർപ്നറും കൂടി ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. പിന്നെ ഇവിടെ ഒരു എറേസറും ഉണ്ട് ഗൈസ്. ഞാൻ ഇച്ചിരി ഉപയോഗിച്ചു. ഇത് പുതിയതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഞാൻ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഗൈസ്. ഇത് ഞാൻ കുറേ നാൾ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ്. ഇത് എറീസ് പെന്നാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ പെൻ പോലെ തന്നെ, പക്ഷേ എറേസറാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പേനയുടെ അകത്ത് തന്നെ ഒരു ഫില്ലർ കിട്ടും. പിന്നെ എക്സ്ട്രാ 5 എണ്ണം നമുക്ക് ഫില്ലർ കിട്ടും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ് ഗൈസ് ഇത് മേടിച്ചതിൽ. പിന്നെ ഇതെൻ്റെ കുടയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു കവറൊക്കെ ഉണ്ട്, പിങ്ക് കളർ. ഈ കുടയും പിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോയി കാണുക ഗൈസ് ഈ വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ കുട പ്രത്യേകിച്ച് തുറന്ന് കാണിക്കുന്നില്ല, നിങ്ങൾ ആ വീഡിയോ തന്നെ പോയി നോക്കുക ഗൈസ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഈ സ്കെയിൽ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്.
ഇത് എൻ്റെ ഒരു പഴയ സ്കെയിലാണ്. ഞാൻ എന്നിട്ട് വെറുതെ അത് പെയിൻ്റ് അടിച്ചതാണ് ഗൈസ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഗൈസ് അത്രയും എനിക്ക് സാധനങ്ങളുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ സ്കൂൾ നാളെയാണ് തുറക്കുന്നത് ഗൈസ്. നിങ്ങളുടെ സ്കൂൾ നാളെയാണ് തുറക്കണേ, എപ്പോഴാണ് തുറക്കണേ, പിന്നെ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ സങ്കടമാണോ, അതൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ.